യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ഇന്ന് തിരികെ ജോലിയിൽ പ്രവേശിച്ചേക്കും. ഒരാഴ്ചത്തേക്കാണ് ഡോക്ടർ ഹാരിസ് അവധിയിൽ പോയിരുന്നത്. മെഡിക്കൽ കോളേജിൽ നിന്ന് ശസ്ത്രക്രിയ ഉപകരണം കാണാതായെന്നതിൽ അന്വേഷണവും തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഡോക്ടർ ഹാരിസിന്റെ സാന്നിധ്യത്തിൽ ശസ്ത്രക്രിയ ഉപകരണം കാണാത്തതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയും വലിയ വിവാദമായിട്ടുണ്ട്. സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങൾ നൽകാനായി ചേരും. സനിസ, ഗുഡ് മോർണിംഗ്. കുറച്ചധികം നാളുകളായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി ഡിപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ച് വലിയ വിവാദങ്ങൾ നടക്കുകയാണ്. അതിനൊക്കെ ശേഷം നമ്മൾ ഇന്നലെ വാർത്താ സമ്മേളനവും അതിൽ ഡോക്ടർ ഹാരിസിനെ സംശയമുനയിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഇപ്പോൾ അവധിയിലായിരുന്ന അദ്ദേഹം തിരിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെപ്പറ്റി കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണത്തിന് ഇന്ന് നമ്മൾ ശ്രമിക്കുന്നുണ്ട് സനിസ. ഒപ്പം തന്നെ മെഡിക്കൽ കോളേജിലെ വിവാദവും ഈ കാണാതായ ഉപകരണങ്ങളുടെ പരിശോധനയും ഒക്കെ എവിടെ എത്തി നിൽക്കുന്നു സനിസ? ജിൽസി, ഇന്ന് ഡോക്ടർ ഹാരിസ് അവധിയിൽ നിന്ന് വീണ്ടും ജോലിയിലേക്ക് പ്രവേശിക്കുന്ന ഒരു ദിവസമാണ്. ഇപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ടതായിട്ട് ഇതിൽ പറയേണ്ട ഇന്നലത്തെ വാർത്താ സമ്മേളനവും ഡോക്ടർ ഹാരിസിനെ പ്രതിചേർക്കാൻ നടത്തിയ ശ്രമങ്ങളും ഒക്കെ നമുക്കറിയാം. ഇന്നലെ നടന്ന മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളിന്റെ വാർത്താ സമ്മേളനത്തിനിടെ അദ്ദേഹത്തിന് വന്ന കോൾ, ആ നിർദ്ദേശം DMEയുടേതാണെന്ന് കാണിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് പുതുതായിട്ട് ലഭിക്കുന്നത്. കോൾ വന്നപ്പോൾ പ്രിൻസിപ്പളിന്റെ ഫോണിൽ തെളിഞ്ഞ ചിത്രം DME ഡോക്ടർ വിശ്വനാഥന്റേതാണെന്ന് തെളിയിക്കുന്ന ചിത്രങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഞാൻ കരുതുന്നു ഡെസ്കിൽ നിന്ന് ആ ചിത്രങ്ങൾ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. അല്ലെങ്കിൽ അല്പസമയത്തിന് ശേഷം അത് കാണിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇത് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് മീഡിയ വണ്ണിന് ലഭിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഡോക്ടർ ഹാരിസിനെതിരായ റിപ്പോർട്ടിലെ ഭാഗങ്ങൾ പ്രിൻസിപ്പളിന് വായിച്ചത്. വളരെ നാടകീയമായ രംഗങ്ങളായിരുന്നു ഇന്നലെ ഉണ്ടായത്. സംശയാസ്പദമായി ഹാരിസിന്റെ മുറിയിൽ നിന്ന്, ഔദ്യോഗിക മുറിയിൽ നിന്ന് ഒരു പെട്ടി ലഭിച്ചെന്ന് ആദ്യം പറയുന്നു. പിന്നീട് ആ വാദം പൊളിയുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഭാഗം, ഈ കോൾ വന്ന് അദ്ദേഹം സംസാരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് അദ്ദേഹം ഈ ഒരു ഭാഗം വായിക്കുന്നത്. വളരെ നാടകീയമായ രംഗങ്ങളായിരുന്നു ഇത്തരത്തിൽ വാർത്താ സമ്മേളനത്തിനിടെ നടന്നത്. നമുക്കറിയാം, മെഡിക്കൽ കോളേജിലെ പ്രോബ് ഉൾപ്പെടെ ഇല്ലാത്ത അവസ്ഥ, ഉപകരണങ്ങൾ ഇല്ലാത്ത അവസ്ഥ, സർജറി നടക്കാത്ത അവസ്ഥ വിളിച്ചു പറഞ്ഞതിനാണ് ഡോക്ടർ ഹാരിസ് ഇത്രയും കാലമായി കുറ്റവിചാരണ നേരിട്ടിട്ടുള്ളത്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അനീതിയാണ് ഡോക്ടർ ഹാരിസ് നേരിട്ടിരിക്കുന്നത്. അതിനിടയിലാണ് പലതവണയായിട്ട് ഇദ്ദേഹത്തിനെതിരെ പല റിപ്പോർട്ടുകളും പല വാദങ്ങളും പല ആരോപണങ്ങളും വരികയും എന്നാൽ ഇതൊക്കെ പകുതിയിൽ വെച്ച് ഇല്ലാതായി പോകുന്ന, പൊളിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അവസാനമായി ഇന്നലെ പ്രിൻസിപ്പളിന്റെ നേരിട്ട് അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം വിളിക്കുകയായിരുന്നു. എന്നാൽ പല വാദങ്ങളും ഡോക്ടർ ഹാരിസിനെതിരെ വയ്ക്കുന്നതൊക്കെ പൊളിയുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇതിനിടയിലാണ് ഇദ്ദേഹത്തിന് DMEയുടേത് തന്നെ, DME ഡോക്ടർ വിശ്വനാഥന്റെ കോൾ വരുന്നതും അതിനിടെ പ്രസക്ത ഭാഗങ്ങളായി ഇദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ ഈ പ്രിൻസിപ്പൽ വായിക്കുന്നതും ഈ ഒരു ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ജിൽസി, യെസ്, എന്തായാലും ഡോക്ടർ ഹാരിസിനെതിരെ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ, അപ്പോൾ ആരാണ് ആ ഫോണിലേക്ക് ആ സമയത്ത് വാർത്താ സമ്മേളനത്തിനിടയിൽ വിളിച്ചത് എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെയാണ് ഇപ്പോൾ ഉത്തരം കണ്ടെത്തിയിരിക്കുന്നത്. DME തന്നെയാണ് വിളിച്ചിട്ട് അന്വേഷണ റിപ്പോർട്ട് വായിക്കാൻ ആവശ്യപ്പെട്ടത്. അപ്പോൾ ആസൂത്രിതമായ ഒരു നീക്കം ഡോക്ടർക്കെതിരെ ഉയരുന്നുണ്ടോ എന്നുള്ളൊരു സംശയം കൂടി ഇവിടെ ബലപ്പെടുകയാണ്. സനിസ, അപ്പം തന്നെ ഡോക്ടർക്കെതിരെ ഇന്നലെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ മുറിയിൽ പരിശോധന നടത്തിയപ്പോൾ അവിടെ കാണാതായ ഉപകരണത്തിന്റെ പേരെഴുതിയ ഒരു ബോക്സ് കണ്ടെത്തി എന്നൊക്കെയായിരുന്നു. അതിലൊരു വിശദീകരണം ഡോക്ടർ ഹാരിസ് നൽകുന്നുണ്ടല്ലേ? അതെ ജിൽസി, ഈ ആദ്യം മുതലേ തന്നെ ഇത്തരത്തിലുള്ള പല വിവാദങ്ങളും വന്നു പോയിരുന്നു. പക്ഷേ ഇത്തരത്തിൽ ഡോക്ടർ പറയുന്നത് അത്തരത്തിൽ ഒരു ഉപകരണം കാണാതെ ആയിട്ടില്ല. ചില ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ പറ്റാത്ത ഈ ഒരു ഡോക്ടർ ഹാരിസിന്റെ ഒരു വിഷയം, ഡോക്ടർ ഹാരിസ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോഴാണ് ഒരു മെഡിക്കൽ കോളേജിലെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും പുറം ലോകം അറിയുന്നത്. ഈ ഒരു ഉപകരണം കാണാതെ പോയിട്ടില്ല, പക്ഷേ ഇത് ഉപയോഗിക്കാൻ പറ്റാത്തതായി മാറ്റിവെച്ചതാണ്. അത്തരത്തിലുള്ള പലതരത്തിലുള്ള വാദങ്ങളും പുറത്തു വന്നിരുന്നു. ഇത് കാണാതായതുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ കാണാതായില്ല അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. എന്നാൽ ഈ റിപ്പോർട്ടിൽ ഡോക്ടർ ഇത്തരത്തിൽ ഈ ഉപകരണം കാണാതായത് സമ്മതിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു. എന്നാൽ വളരെ നാടകീയമായ രംഗങ്ങളാണ് ഈ ഒരു വിഷയവുമായിട്ട് പുറത്തു വരുന്നത്. ഇത്തരത്തിൽ ഉപകരണം കാണാതായിട്ടില്ലെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. എന്നാൽ ഈ
റിപ്പോർട്ടിൽ തന്നെ ഈ ഡോക്ടർ ഹാരിസ് ഈ ഉപകരണം കാണാതായതായി സമ്മതിച്ചതായും പറയുന്നു. എങ്ങനെയെങ്കിലും ഈ ഡോക്ടർ ഹാരിസിനെ പ്രതി ചേർക്കണം, ഡോക്ടർ ഹാരിസിനെതിരെയുള്ള ആരോപണങ്ങൾ തെളിയണം, ഇദ്ദേഹം ഈ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് അപ്രസക്തമാക്കണമെന്ന രീതിയിലാണ് DMEയുടെ ഭാഗത്തു നിന്നൊക്കെ നടപടി ഉണ്ടാകുന്നത്. ജിൽസി.